ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോൾട്ടിൻ്റെ പ്രീമിയം ഓഡിയോ പ്രോഡക്ട്സ് വരുന്ന പുതിയൊരു സീരീസാണ് ശരിക്കും പറഞ്ഞാൽ ക്ലാരിറ്റി സീരീസ്. ഈ ക്ലാരിറ്റി സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ടും ഹൈറസ് സൗണ്ട് ആൻഡ് ക്ലാരിറ്റി, എക്സ്ക്യൂസീവ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതുപോലെ തന്നെ പ്രൈം എർഗണോമിക് ഡിസൈനിലാണ് ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും വരുന്നത്. ഇൻഡസ്ട്രി ലീഡിംഗ് സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സ്റ്റുഡിയോ ഗ്രേഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഈ പ്രോഡക്ട്സ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. ഈ ഒരു ക്ലാരിറ്റി ലൈനപ്പിൽ ഏറ്റവും പുതുതായി വരുന്ന പ്രോഡക്റ്റാണ് ബോൾട്ടിൻ്റെ ക്ലാരിറ്റി 1 എന്ന് പറയുന്ന TWS ഇയർഫോൺ. ഈ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. എനിവേ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ TWS ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ പെയർസ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സ് ലഭിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ TWS ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ഒരു പ്ലാസ്റ്റിക് ബിൽഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലോസി പ്ലസ് മാറ്റ് ഫിനിഷിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ലിഡിൻ്റെ പോർഷനൊക്കെ ഒരു ഗ്ലോസി ഫിനിഷും ബാക്കി എല്ലാ പോർഷനും ഒരു മാറ്റ് ഫിനിഷിലുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ വൈസ് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ട് സൈഡിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഉള്ളിലായിട്ട് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇയർബഡ്സിൻ്റെ ഡിസൈൻ കാണാനായിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നത് ഫെദർ ലൈറ്റ് എർഗണോമിക് ഫിറ്റ് തരുന്ന ഹവർ ഗ്ലാസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്നാണ്. ഒപ്പം തന്നെ ഒരു ലിക്വിഡ് മെറ്റൽ ബോഡിയാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡിയോ ഗ്രേഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എനിവേ എന്തായാലും ഇയർബഡ്സിൻ്റെ ഡിസൈൻ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. അവിടെ തന്നെയാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇയർബഡ്സ് വരുന്നത് ഇന്നിയ ടൈപ്പാണ്. ഇനി TWS ഇയർഫോൺസിൻ്റെ ഫിറ്റ് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. ഒപ്പം തന്നെ നല്ലൊരു എർഗണോമിക് ഫിറ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഇന്നിയ ടൈപ്പ് ഇയർഫോൺസ് ആയതുകൊണ്ട് തന്നെ കാതിനകത്തേക്ക് നല്ലപോലെ കയറിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഫിറ്റും നമുക്ക് നൽകുന്നുണ്ട്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഇനി ഒരു TWS ഇയർഫോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 13mm ഡ്രൈവേഴ്സാണ് കിട്ടുന്നത്. ഒപ്പം തന്നെ ബൂമെക്സ് ടെക്നോളജിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല ബേസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സൗണ്ട് ക്വാളിറ്റി വൈസും അത്യാവശ്യം നല്ലതാണ്. പാട്ട് കേൾക്കാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ AAC ആൻഡ് SBC കൊഡാക്കിൻ്റെ സപ്പോർട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ TWS ഇയർഫോൺസിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി അത്യാവശ്യം അടിപൊളിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 40Hz അൾട്രാ ലോ ലേറ്റൻസി വരുന്ന കോമ്പാക്ട് ഗെയിമിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ വളരെ മികച്ചൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ TWS ഇയർഫോൺസിൽ കിട്ടുന്നത്. ഇനിയൊരു TWS ഇയർഫോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. ഇതിനകത്ത് നമുക്കൊരു 80 ഹവേഴ്സിൻ്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈമാണ് ലഭിക്കുന്നത്. എൻ്റെ ഒരു യൂസേജിലും എനിക്ക് അത്രയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 180 മിനിറ്റിൻ്റെ പ്ലേ ബാക്ക് ടൈം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി കോൾ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു കോൾ ക്വാളിറ്റി തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം നമുക്കിവിടെ 4 മൈക്രോഫോൺസോട് കൂടി എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആംബിയന്റ് നോയ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു കോൾ ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ചുകൂടെ ബെറ്റർ കോൾ ക്വാളിറ്റിക്കായി ബോൾട്ടിൻ്റെ സെൻ മോഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ TWS ഇയർഫോൺസിൽ ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ടച്ച് കൺട്രോൾസ് ആണ് ലഭിക്കുന്നത്. സാധാരണ നമുക്ക് കിട്ടുന്ന പ്ലേ, പോസ്, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റിയുടെ ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതായത് ഒന്നിലധികം ഡിവൈസുമായിട്ട് സൈമൾട്ടേനിയസ്ലി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. അതുപോലെ തന്നെ IPX5 വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ പ്രോഡക്റ്റ് 3 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫൈനലി ഈ പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് പ്രൈസ് വരുന്നത് 1299 രൂപയാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും boltaudio.com വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.